ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു പ്രത്യേക സാധനം കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇതാ കത്തിയുണ്ട്, സഞ്ചിയുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടിലേക്ക് പോവാണ്. വായോ, നമുക്ക് പോവാം. കുറച്ച് നടക്കാനുണ്ട്, അപ്പോൾ പോയിട്ട് വരാം. ഈ പറമ്പിൽ കൂടി ഇങ്ങനത്തെ ചെടി കുറേ ഉണ്ട്. വരുന്ന വഴിക്ക് ഒരു മാങ്ങ കിട്ടി, അതിനെ തിന്നിട്ട് ഞങ്ങൾ നടക്കുക. കുറേ നടക്കാനുണ്ട് ഇന്ന്. കണ്ടോ, വെരി ടേസ്റ്റി. കുറേ നടക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല എനർജി ഉണ്ടാവും. എനിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. വയലുണ്ട്. ഞങ്ങൾ കുറേ ദൂരത്തു നിന്ന് വരികയാണ്. ഫുൾ ചെടിയാണ് ഗൈസ്, ഉണ്ടോ, ചെടിയാണ്. മൈ ഗോഡ്, ചെടി ചെടി ചെടി. ഇനി ഇത് നമുക്ക് ഈ മരത്തിൽ കൂടെ കയറി അങ്ങോട്ടും ഇപ്പുറത്ത് കിടക്കാം. മൈ ഗോഡ്, വീഴല്ലേ വീഴല്ലേ. മൈ ഗോഡ്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെത്തി. ഇത് കണ്ട നാരങ്ങ മരം, കാട്ടിലുള്ള. നമ്മൾ കാട് ഇഷ്ടമായി നോക്ക്. കുറേ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഉണ്ടായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുറേ പോയി, അങ്ങനെ കുറേ നശിച്ചു പോയി. ഇപ്പോൾ കുറച്ച് സൈഡിൽ കൂടെ കുറച്ച് മരങ്ങളേ ഉള്ളൂ. ഞങ്ങൾ അവിടുന്ന് വന്ന് ഇത് നടന്ന് ഇവിടെ അടുത്ത കുന്ന് ഇറങ്ങാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കുന്നും കൂടി കയറി അതിൻ്റെ അപ്പുറത്ത് കുന്ന് ഇറങ്ങി പിന്നെ പുഴ സൈഡാണ് നമ്മുടെ മുള ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ വരെ നമുക്ക് എത്തണം. വഴിക്ക് 2 പോത്തുകുട്ടന്മാരുണ്ട്, ഓർണതാ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആൾക്കാരുടെ വീടുകളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കുന്നും ഇറങ്ങി കഴിഞ്ഞ് ഇനി അടുത്ത കുന്നും കയറി. ഇവിടെ കുറേ വീടുകളുണ്ട്, നമ്മുടെ ആൾക്കാരുടെ വീടുകൾ. ഇനി ഇത് കുറച്ചുകൂടി അപ്പുറത്ത് പോയിട്ട് പുഴ സൈഡ് എത്തണം. കാട് നല്ല രസമുണ്ട്, നല്ല തണുപ്പാണ്. അടുത്ത ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പാലാണ് ഗൈസ്, കണ്ടോ, നോക്കാം. ഓ യെസ്, കടന്നിരിക്കുന്നു, പാലം കടന്നിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം. ഇതാണ് പുഴ അടുത്തി. ഞങ്ങൾ അപ്പുറം പോയിട്ട് നമുക്ക് സാധനം വെട്ടിയെടുത്ത് പോവാം. പുഴയെന്ന് പറഞ്ഞതാ, പുഴേൻ്റെ അവിടെ എത്തി. ഇതാ അതിനപ്പുറത്താണ് നമ്മുടെ മുളക്കൂട്ടങ്ങളുള്ളത്. നമ്മളവിടെ എത്തി. ഇനി അത് വെട്ടിയെടുക്കണം. അയ്യോ, എൻ്റെ ചെരുപ്പ് പോകുന്നുണ്ടേ. കണ്ടോ എൻ്റെ ചെരുപ്പ്. ഇത്രയും നടന്ന് ടയേർഡായത് തന്നെ, ഒന്നും പോകാൻ കഴിയുക. ഓക്കെ, ഇത് കണ്ടോ, ആന കാണിച്ചു വെച്ചിരിക്കുന്ന പണി. അയ്യോ, എത് കൂടെ നടക്കാം ഇപ്പോൾ.
വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വീടൊക്കെ ഉണ്ട്. ആൾ താമസമുള്ള സ്ഥലം അതങ്ങോട്ട്. ഇനി ഈ പുഴയുടെ ഇക്കരെയാണ് ഫോറസ്റ്റ്. കണ്ടോ, ഇങ്ങനെ കംപ്ലീറ്റ് ഫോറസ്റ്റ് കണ്ടോ. ലാസ്റ്റ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം, വേഗം വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇന്നും ഒരു വീട്ടിൽ മാത്രമല്ല ഈ കറി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു 3-4 പേര് ഒരുമിച്ച് പോവുക, കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിപ്പോൾ എന്ത് ആ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചപ്പ് പറിക്കാൻ പോവുകയാണെങ്കിൽ ഒരു 3-4-5 പേരൊക്കെ ചേർന്ന് പോയിട്ട് പറിച്ചു കൊണ്ടുവരും. അപ്പോൾ ഒരു 3-4 വീട്ടിൽ എത്ര പേര് പോകും അത്രയും വീട്ടിൽ ചപ്പ് കറുത്തനായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഒരു 5-6 പേര് പോയിട്ട് കൊണ്ടുവരുന്നത് കാട്ടിലായതുകൊണ്ട്. അപ്പോൾ അത്രയും വീട്ടിൽ ഇന്ന് ഇത് തന്നെ ആയിരിക്കും കറി. വെള്ളത്തിട്ടു ഇനി കഴുകിയെടുക്കുകയാണ്. കഴുകി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുപ്പത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ അടുക്കള. കണ്ടോ, മുള കൊണ്ട് മേഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ അമ്മായിൻ്റെ വീടാണ്. അമ്മായിൻ്റെ അടുക്കള നമുക്ക് നോക്കാം. കണ്ടോ, പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ചുമരെല്ലാം കണ്ടോ, മണ്ണ് കൊണ്ട് തേച്ച് ചാണകമെല്ലാം ഉപയോഗിച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ നല്ല അടുക്കും ചിട്ടയോടെ കൂടിയാണ് വെച്ചേക്കുന്നത്. അടുപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അടുപ്പ്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? ഇതാ നമ്മുടെ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇറക്കി വെച്ച് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് വറവിടാം. നമ്മൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി അരിയാൻ പോവാണ്. ഇത് കണ്ട ഞങ്ങളുടെ മുറ നല്ല ചാണകം മെഴുകി വെച്ചേക്കുക. ഇത് കണ്ടോ, തട്ടുണ്ടാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പൊടികളും എല്ലാ സാധനം അടുക്കി വെച്ചേക്കുന്നത്. കണ്ടോ, ആവശ്യത്തിന് എടുക്കാൻ. ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇറക്കി ഇനി പുറത്ത് ഊറ്റാൻ കൊണ്ടുപോവാണ്. വെളിച്ചെണ്ണയാണോ ഒഴിച്ചേക്കുന്നത്? അവിടെ കിട്ടി. ഉള്ളിയും പച്ചമുളകും വെച്ച് കൊടുത്ത് ഞങ്ങൾ ഗ്യാസിൽ വെക്കുന്നത് എന്താ പറയുക, അവിടെ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസിൽ വറവിടുന്നത്. ഇത് നമുക്ക് ഫ്രീ കണക്ഷൻ കിട്ടിയില്ലേ, അതാണ് അങ്ങനെ കിട്ടിയതാട്ടോ. പിന്നെ ഈ വെച്ചേക്കുന്നത് എന്താ പറയുക,
ഇത് ടൈൽസാണ്. നമ്മുടെ വീട് പണിൻ്റെ ബാലൻസ് വന്ന ബാലൻസ് അല്ല, പൊട്ടിയ കഷ്ണങ്ങൾ അടുക്കി വെച്ചേക്കുന്നതാണ് ഇത്. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാം, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഉപ്പിട്ട് കൊടുത്താൽ വേഗം വയറ്റി കിട്ടുമെന്ന് പറഞ്ഞത്, വേഗം ആവും. ഇന്നിപ്പോൾ നമ്മുടെ ജീവിത നിലവാരമൊക്കെ കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് കുറേയൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലായിടത്തും. പക്ഷേ എന്നാലും പഴയതുപോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു, അടച്ചു വെച്ചു. അത് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചേക്കുന്നത്. ചോറ് വെന്തു. ഇപ്പോൾ ചോറ് വാർക്കാണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ. ഇതെല്ലാം ഇളക്കി എല്ലാ ഭാഗത്ത് മസാലകളൊക്കെ എത്തിയതിന് ശേഷം ഇത് നമ്മൾ ചോറോടൊപ്പം കഴിക്കാം. അസാധാരണ പട്ടിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.